വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിപ്പാണ് ഹമ്മസ്. ഹമ്മസ് നമ്മൾ ഡിപ്പ് മാത്രമായിട്ടല്ല സ്പ്രെഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല തരത്തിൽ ഹമ്മസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഈ ഹമ്മസ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഹമ്മസ് ഉണ്ടാക്കുന്നത് ആക്ച്വലി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെന്നയാണ്, വെള്ളക്കടലയാണ് നമുക്ക് വേണ്ടത്. വെള്ളക്കടല ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് റിൻസ് ചെയ്ത് കഴുകുക. അപ്പോൾ നമ്മൾ റിൻസ് ചെയ്യുമ്പോൾ തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ശേഷം കഴുകുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കുറേയൊക്കെ വിട്ടുപോകും. കുറച്ചൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് കടല സോക്ക് ചെയ്തതാണ്. ഇതിലേക്ക് വെള്ളം ചേർത്ത് വേവിക്കാം. ആ കടലയ്ക്ക് നേരൊക്കെ വെള്ളം ചേർത്തു. ഇനിയും ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഇടും. ഞാൻ ഉണ്ടാക്കാറുള്ള രീതിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നിർബന്ധമല്ല, ബേക്കിംഗ് സോഡ ഇട്ടാലുള്ള ഒരു അഡ്വാൻറ്റേജ് സ്മൂത്തായിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സ്മൂത്തായിട്ട് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കുക. ഈ കടല ഞാൻ ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്തു. 1 വിസിൽ വന്ന ശേഷം തീ കുറച്ചൊരു 5 മിനിറ്റ് കൂടെ വെച്ചു. അങ്ങനെ നന്നായിട്ട് വെന്ത കടലയാണ്. അതിനുശേഷം നന്നായിട്ട് കൂളാവാനായിട്ട് വെക്കുക. നമ്മൾ ആ വെള്ളം ഊറ്റിയെടുക്കുക. വെള്ളം ഊറ്റി ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കടല കൂളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് ഈ വേവിച്ച കടല ആഡ് ചെയ്യാൻ. അതിനൊപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളി എപ്പോഴും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഒത്തിരി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു വെളുത്തുള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം, ഒറ്റെണ്ണമായിട്ട് ഉപയോഗിക്കാം. ഞാൻ 3 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഒരെണ്ണം നമ്മൾ കടല വേവിക്കാൻ നേരത്തെ ചേർത്തിരുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഈ വേവിച്ച വെള്ളത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അപ്പോൾ എപ്പോഴും നമുക്ക് ഈ കടല അരയ്ക്കാനായിട്ട് ഒന്നുകിൽ നമ്മൾ ഈ വേവിച്ച് വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓരോ ക്യൂബ് ഐസ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. കുറച്ച് നനഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. നന്നായിട്ട് സ്മൂത്ത് ആയിട്ടില്ല. ഇതിലേക്ക് തഹിനി. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ തഹിനി ചേർക്കാം. കൂടുതൽ തഹിനി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതിലേക്ക് ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലൂടെ ചേർത്തു. വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇതിനകത്തേക്ക് ഇനിയും കുറച്ച് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പൊടിക്ക് ഉപ്പും കൂടെ വേണം. ഒരു ഉപ്പ് പൊടിക്ക് കുറവാണ്. നല്ല വലിയ പെഞ്ചൂടെ ഇട്ടു. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ഈ നമ്മൾ കടല കുക്ക് ചെയ്ത വെള്ളം ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലൈം ജ്യൂസ് കൂടെ ചേർക്കാം. എപ്പോഴും പുളി അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കുക. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുകയാണ്. വീണ്ടും ഒന്ന് അരച്ചെടുക്കുക.
ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഹമ്മസ് റെഡിയാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം, കുറച്ച് പാപ്രിക്ക പൗഡർ, കുറച്ച് ക്യുമിൻ പൗഡർ. ഇതൊക്കെ ഓപ്ഷണലാണ്. നമ്മൾ ഹമ്മസ് ഇത്ര മാത്രമേ ഉള്ളൂ ഹമ്മസ്. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ക്യുമിനും പാപ്രിക്കയൊക്കെ സെർവ് ചെയ്യാം. ഹമ്മസ് ഉണ്ടാക്കാനായിട്ട് ഇത്ര എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫ്രീസറിലാണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ വെക്കാം, ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, ഫ്യൂ ഡേയ്സ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ഏറ്റവും നല്ല കോമ്പിനേഷൻ നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ, ബോയിൽഡ് വെജിറ്റബിൾസിൻ്റെ വേണമെങ്കിൽ ഇത് ഡിപ്പായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ പീറ്റ ബ്രെഡിൻ്റെ കൂടെ ഡിപ്പായിട്ട് സെർവ് ചെയ്യാം. ക്രിസ്പായിട്ടുള്ള പീറ്റ ബ്രെഡിൻ്റെ കൂടെ മുക്ക് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. കൂടാതെ നമുക്ക് മയണൈസിന് പകരം ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ് ഈ ഹമ്മസ്. നമുക്ക് ഷവർമ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പീറ്റ ബ്രെഡിൽ തേക്കാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.